ബ്രിട്ടീഷുകാരുടെ കാലത്ത് സർവേ പൂർത്തീകരിച്ച് മലബാറിന്റെ വികസന സ്വപ്നമായ നിലമ്പൂർ-നഞ്ചൻകോട് പാത ചിറകുമുളയ്ക്കാതെ വീണ്ടും പാളത്തിൽ തന്നെ. ഇടക്കാലത്ത് ഏറെ ചർച്ചയാവുകയും DPRും സ്ഥലനിർണയ സർവേയും റെയിൽവേ മന്ത്രാലയം നേരിട്ട് നടത്താനുള്ള തീരുമാനവും പാതയ്ക്ക് പ്രതീക്ഷയേറ്റിയിരുന്നു. സർവേകളും ചർച്ചകളും മാത്രമാണ് പാതയുടെ മുതൽക്കൂട്ട്. കൊങ്കൺ മാതൃകയിൽ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാവുന്നതാണ് നഞ്ചൻകോട് പാത. യോജിച്ചുള്ള ഒരു വികസന കോർപ്പറേഷൻ നഞ്ചൻകോട് പാതയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പാതയ്ക്ക് മേലുള്ള വലിയ തിരിച്ചടി. മലപ്പുറം, വയനാട്, നീലഗിരി, മൈസൂർ ജില്ലകളിലൂടെയാണ് പാത കടന്നുപോവുക. 41 വലിയ പാലങ്ങൾ, 393 ചെറിയ പാലങ്ങൾ, 33,630 മീറ്റർ നീളത്തിൽ 63 ടണൽ, 42 ലെവൽ ക്രോസിംഗ്, 21 റോഡിന് മുകളിലൂടെയുള്ള ബ്രിഡ്ജ്, 11 അണ്ടർ ബ്രിഡ്ജ്, 20 റെയിൽവേ സ്റ്റേഷനുകൾ, പാതയിലൂടെ സാധ്യമാകുന്ന കൂടിയ വേഗത 100 എന്നിങ്ങനെയാണ് 236 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പാതയിലെ സർവേയിൽ പറയുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ 126.20 കിലോമീറ്റർ, തമിഴ്നാട് നീലഗിരി ജില്ലയിൽ 37.80, കർണാടകയുടെ മൈസൂർ ജില്ലയിൽ 72 കിലോമീറ്ററിലൂടെയും പാത കടന്നു പോവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്ത സംരംഭമായി കരാർ ഒപ്പിട്ട് മെട്രോമാൻ E ശ്രീധരന്റെ നേതൃത്വത്തിൽ DMRCയെ നിയമിച്ച് DPR ചെയ്യാൻ ചുമതല ഏർപ്പെടുത്തിയ പാതയാണിത്. റെയിൽവേ നേരിട്ടും DMRC വഴിയും നടത്തിയ സർവേകളിൽ പാത ലാഭകരമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ 2016 പാതയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ നിലച്ചു. കേരളത്തിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ സമയത്തിന് വലിയ കുറവ് വരുന്ന പാതയാണിത്. കൊച്ചിയിൽ നിന്നും മൈസൂരിലേക്കുള്ള ദൂരം 348 കിലോമീറ്റർ ആയി കുറയും. കർണാടകയ്ക്ക് കൊച്ചിയുമായും വിഴിഞ്ഞം തുറമുഖവുമായും പുതിയ ഒരു റെയിൽ പാത കൂടി തുറന്നുകിട്ടും. ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു, മൈസൂരു വഴി കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയാവും. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരിലേക്ക് ഒരു എളുപ്പപാത, ബംഗളൂരു വഴി ഹൈദരാബാദിലേക്ക് ഒരു IT കോറിഡോർ, നിരവധി ടൂറിസം സാധ്യതകൾ, റെയിൽവേ ഭൂപടത്തിൽ വയനാടിനൊരു പ്രമുഖ സ്ഥാനം. ഇങ്ങനെ നഞ്ചൻകോട് പാതയ്ക്ക് പ്രതീക്ഷകൾ നിരവധിയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.